തിന്നാനുള്ള ആക്രാന്തം കൊണ്ട് ഒന്ന് തിന്നാനും സമ്മതിക്കില്ലടേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ റൂമിൽ നമ്മുടെ പഴയ 3-4 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇന്നൊരു ചെറിയ കുക്കിംഗ് ആണ്, പരീക്ഷണം. അതായത് ചിക്കൻ കറിയും പിന്നെ എന്താണ് പിന്നെ എൻ്റെ പേര് കപ്പപ്പുഴുക്കല്ലേ? അതെ, കപ്പ പച്ചമുളകെല്ലാം ചേർത്ത് ഇടിച്ച് വേവിച്ചിട്ടൊരു കപ്പപ്പുഴുക്കും പിന്നെ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് കാണാം. 2 കിലോ കപ്പ മേടിച്ചിട്ടുണ്ട്. ഇത് ഫ്രോസൺ കപ്പയാണ്. വെള്ളത്തിലേക്ക് ഇട്ട് അതിനുശേഷം കട്ട് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഇതാണ് ജെറി. ജെറിയുടെ വീട് വയനാടാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചീഫ് കുക്ക് ജെറിയാണ്. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കിയത്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 6 ടീസ്പൂൺ ചിക്കൻ മസാലയും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, സബോള ഒരു 2 വലുത് ഞങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഈ സബോളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ വേറൊരു പാത്രത്തിൽ ഞങ്ങൾ കപ്പ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അത് ഒരു സൈഡിൽ തന്നെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പ നന്നായിട്ട് തിളച്ചിട്ട് വെന്ത് അധികം ഉടഞ്ഞു പോകാൻ പാടില്ല, ഒരു മീഡിയം വേവിൽ നിൽക്കണം. പിന്നെ ഒരു 5-10 അല്ലി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചിക്കൻ മസാല ചേർക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ ചൂടായ മസാല ഈ സബോളയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഗ്രേവിയാക്കി എടുത്തേക്കാണ്. നമ്മൾ കപ്പയിൽ നാളികേരത്തിനോട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ശരിക്കും എരിവിനനുസരിച്ച് നമുക്ക് അത് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം. ചിക്കൻ അങ്ങനെ ഞങ്ങൾ സബോളയിലേക്ക് ഇട്ട് നന്നായിട്ട് ഗ്രേവി ആയിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ പിടിച്ചത് ഭാവിയിൽ ശങ്കറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ രാജ്കുമാർ സന്തോഷി ശങ്കർ. സനലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആളൊരു പാവാണ്, നല്ലൊരു രസികനാണ്. ആളിതുപോലെ ഓരോ നമ്പറുകൾ അടിച്ചുകൊണ്ടിരിക്കും. ചിക്കനിലെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് തിളയ്ക്കണം, തിളച്ച് നന്നായിട്ട് വേവണം. നമ്മുടെ മെയിൻ ഇന്നത്തെ കുക്ക് എൻ്റെ കൂട്ടുകാരൻ ജെറി. വയനാട്ടിലാണ് വീട് പുള്ളിയുടെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് കുക്കിങ്ങിൽ. ഇതിപ്പോൾ ഞങ്ങൾക്ക് പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ അലുമിനിയം കലത്തിൽ വെക്കുകയാണ്. ശരിക്കും അലുമിനിയം ദോഷമാണെന്നാണ് പറയുന്നത്. പച്ചമുളകും നാളികേരം കൂടിയിട്ട് ഇടിച്ച് നല്ല മിക്സാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കപ്പയുടെ കൂടെ ഒന്നും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഫുഡിന്റെ ആശയം കൊണ്ടുവന്നത് നമ്മുടെ സുഹൃത്താണോ, അതായത് എബിൻ ഫ്രം കൊല്ലം. കൊല്ലത്ത് എവിടെയാണ്? അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ കൊല്ലത്തുള്ള എല്ലാവരും കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമന്റ് അടിക്കാൻ മറക്കരുത്. അപ്പൊ ഇത് നല്ലതായിട്ട് ഞാൻ കപ്പയും നാളികേരവും പച്ചമുളകും എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇത് ഉണ്ടാക്കിയിരുന്നു. ഇത്തവണ വന്നപ്പോ വീണ്ടും ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നി. തിന്നാനുള്ള ആക്രാന്തം കൊണ്ട് ഒന്ന് തിന്നാനും സമ്മതിക്കില്ലടേ. പച്ചമുളകും നാളികേരമൊക്കെ ഇടിച്ച കപ്പ റെഡി ആയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അടിപൊളിയായിരുന്നു. ഫുഡ് അടിപൊളി, സൂപ്പർ.
കൊള്ളാം. അപ്പോ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.